ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യ തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഓല ഇലക്ട്രിക്കൽ സ്കൂട്ടറിനെ കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷനിൽ പെട്രോൾ 100 രൂപ മേളിൽ കവഞ്ഞിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് പറയുവാണെങ്കിൽ തന്നെ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന സാധാരണ സ്കൂട്ടറുകളെക്കാളെല്ലാം വ്യത്യാസമാണ്. നീളം കൂടിയതും അഥവാ വീതി കുറഞ്ഞായ സ്കൂട്ടറാണ്. ഇതിൻ്റെ പുറകിന് ഫ്യൂൾ ടാങ്കിനെ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ 2 ഹെൽമെറ്റ് നമുക്ക് ഒരുമിച്ച് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റും ഒരു ചാർജറും, നമ്മളെ ചാർജറും ആ വണ്ടിയിൽ ഒരേ സമയത്ത് വെക്കാൻ പറ്റും. നമ്മൾ സാധാരണ സ്കൂട്ടർ, ബൈക്ക് അല്ലെങ്കിൽ കാർ ഓടിക്കുമ്പം എത്ര നല്ല കണ്ടീഷൻ ആണെങ്കിൽ പോലും ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്ത് എത്തിക്കഴിയുമ്പോഴത്തേനും വണ്ടിക്ക് ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ സൗണ്ടിനൊരു വേരിയേഷൻ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ വണ്ടിയിൽ ഞാൻ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതെന്നു വെച്ചാൽ 100 km/h പോയപ്പം പോലും വണ്ടിയിൽ ഒരു ശകലം വൈബ്രേഷനോ അല്ലെങ്കിൽ സൗണ്ടിനൊരു വേരിയേഷനോ ഒന്നും നമുക്ക് തോന്നത്തില്ല. സാധാരണ ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറിനേക്കാളും ഇതിന് വ്യത്യാസം തോന്നുന്നതും ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെ. സാധാരണ ഇലക്ട്രിക്കൽ സ്കൂട്ടറിനൊക്കെ ഒരു വീൽ പ്രൊഫൈൽ ചെറുതായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഒരു തിക്ക് വീൽ പ്രൊഫൈൽ തന്നെയാണ്. അപ്പോൾ ഇതിന് തന്നെ ഒരു യൂണിക് സ്ട്രക്ചർ ഷേപ്പാണ് കിട്ടുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്പേസ്. ഇതിൻ്റെ ബാറ്ററി ബാക്കിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഫുട്ടിൻ്റെ താഴെയാണ് ഇതിൻ്റെ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്കിൽ നമുക്ക് 2 ഹെൽമെറ്റും അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റും ഒരു ചാർജറും ഒരേ സമയത്ത് വെക്കാറുണ്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി നമ്മൾ ഫുട്ടിൻ്റെ താഴെ വെച്ചേക്കുന്നുണ്ട്. മീൻസ് ഫുട്ടിൻ്റെ അവിടെ 2 കാല് വെക്കാൻ മാത്രം അവിടെ സ്പേസ് ഉള്ളൂ. നടക്കോ അതിൻ്റെ അവിടെ വേറെ ഒരു സാധനം നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ അത് ലെഫ്റ്റിലോട്ട് വരും അല്ലെങ്കിൽ അത് റൈറ്റിലോട്ട് വരും. വേറെ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ S1 ഓല ഇലക്ട്രിക്കൽ സ്കൂട്ടർ മേടിച്ചെന്ന് ഓർത്തോ, പക്ഷേ പിന്നെ നമ്മൾ ഓർക്കുന്നു S1pro മേടിക്കേണ്ടിയായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടി നമുക്ക് ഫീച്ചേഴ്സ് കിട്ടിയാലും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു 30,000 രൂപ കൊടുത്ത് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പ്രോയിലുള്ള ഫീച്ചേഴ്സ് എല്ലാം നമ്മളെ S1 ഉണ്ട്, പക്ഷേ അത് ഡിസേബിൾ ആണ്, എനേബിൾ അല്ല. ഈ 30,000 രൂപ കൊടുത്തോടനെ അവർ അതിനെ എനേബിൾ ചെയ്യും, അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ സ്കൂട്ടർ സാധാരണ സ്കൂട്ടറിനേക്കാളും ഹൈറ്റിൽ ഇച്ചിരി കൂടുതലാണ്. ഹൈറ്റ് ഇൻ ദ സെൻസ് ഗ്രൗണ്ട് ക്ലിയർനെസ് ഇല്ല. ഗ്രൗണ്ട് ക്ലിയർനെസ് സാധാരണ നമ്മളെ സ്കൂട്ടറിനെ പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഫുട്ട് വെക്കുന്ന സ്ഥലം ഇച്ചിരി കൂടെ പൊക്കമാണ്. കാരണം അവിടെ ബാറ്ററി വരുന്നതുകൊണ്ട് അത് ഇച്ചിരി കൂടെ പൊങ്ങി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ടയറിന് വെച്ചാൽ അങ്ങ് എഡ്ജിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വെച്ചാൽ സാധാരണ വണ്ടിയേക്കാളും വ്യത്യാസമാണ് ഇതിൻ്റെ സസ്പെൻഷനും. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മോനോ ഷോക്കാണ്. പിന്നെ ഏത് വണ്ടി എടുത്താലും അതിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കീ ഫീച്ചർ എന്നാന്ന് വെച്ചാൽ അതിന് സിറ്റിംഗ് കംഫർട്ടാണ്. ഇതിൻ്റെ സിറ്റിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സീറ്റിന് വെച്ചാൽ നല്ല വീതി കൂടിയത്, പിന്നെ അത് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അതിൻ്റെ വീതി കുറഞ്ഞ് വരുവാണ്. അപ്പം ഫ്രണ്ടിൽ ഇരിക്കുന്നവർ നീളം കുറഞ്ഞ ആളാണെങ്കിൽ പോലും അവരെ കാല് ഈസി ആയിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യും. പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന് 3 മോഡാണ് ഉള്ളത്. നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്, ഹൈപ്പർ മോഡ്. നോർമൽ മോഡ് എന്ന് വെച്ചാൽ നമ്മൾ സാധാ ഒരു സ്കൂട്ടി നമുക്ക് കിട്ടുന്ന ആ സെയിം പെർഫോമൻസ് തന്നെ. സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പവർ നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പിക്കപ്പ്, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഒരു നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഹൈപ്പർ മോഡ് എന്ന് പറയുമ്പം ഒരു നല്ലൊരു സ്പോർട്സ് മോഡുണ്ട്. സ്പോർട്സ് ബൈക്ക് അങ്ങ് ഹൈ റേറ്റ് സ്പോർട്സ് ബൈക്ക് അല്ല, ഒരു സാധാ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ഫീൽ തന്നെ നമുക്ക് കിട്ടും. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാം നമ്മളൊരു ഹൈ ടോർക്കും ഹൈ പവർ ഉള്ളൊരു വണ്ടിയാണ് നമ്മൾ റൈഡ് ചെയ്യുന്നതെന്ന്. സാധാരണ എല്ലാ സ്കൂട്ടറുകളിലും നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ നമ്മൾ പണ്ട് കാലം തൊട്ടുള്ളത് ക്ലിക്ക് ലോക്കായ ബട്ടണാണ്. മീൻസ് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ആവും ഓക്കെ നമ്മളൊരു ബട്ടൺ നെക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഓലയ്ക്കകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ റബ്ബറൈസ് ബട്ടണാണ്. ഇപ്പം മീൻസ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഡൗട്ട് വരും നമ്മൾ ബട്ടൺ നെക്കിയോ അതോ നെക്കിയില്ലയോ. പക്ഷേ ആദ്യമത്തെ ഈ വണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പം ആദ്യമത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് തന്നെ ഡൗട്ടായിരിക്കും നമ്മൾ ബട്ടൺ നെക്കിയോ നെങ്ങിയില്ലയോ. പക്ഷേ പിന്നെ നമ്മൾ യൂസ് ആവും. ഒരു വശം ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫുൾ പിന്നെ ഡിജിറ്റലൈസ് ആയിട്ട് കൺട്രോളിങ് ആവുകയാണ്. അപ്പോൾ മിക്ക കമ്പനികളും അവരവരുടെ വണ്ടിക്ക് ഡിജിറ്റൽ സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ റോയൽ എൻഫീൽഡ് ആയിക്കോട്ടെ, ഇതിന് മുമ്പ് ഞാൻ ചെയ്ത SD അഡ്വഞ്ചർ ആയിക്കോട്ടെ, എല്ലാത്തിലും അവരിപ്പോൾ ഡിജിറ്റൽ സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിനേക്കാളെല്ലാം വ്യത്യാസമാണ് നമ്മൾ ഓലയുടെ ഡിജിറ്റൽ സ്ക്രീൻ. കാരണം ഒന്ന് ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം, ബാക്കിയുള്ളതിനേക്കാളെല്ലാം ബ്രൈറ്റാണിത്. പ്ലസ് ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് ഒരു ഫോൺ കണക്ട് ചെയ്ത് മ്യൂസിക് കേൾക്കാം, നാവിഗേഷൻ, ഈവൻ നമുക്ക് കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റും.
പക്ഷേ നമ്മൾ ഡൗട്ട് ചെയ്ത് മാത്രമാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളെ തല ഹെൽമെറ്റ് ഉള്ള സമയത്തും കോൾ അറ്റൻഡ് ചെയ്യുമ്പം കോൾ എത്ര ഓഡിയബിൾ ആയിരിക്കും, എത്ര ക്ലിയർ ആയിരിക്കും. അടുത്തതെന്നു വെച്ചാൽ നമ്മൾ സാധാരണക്കാർ എല്ലാവരും എപ്പോഴും ഏത് വണ്ടി മേടിക്കാൻ പോകുമ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് മൈലേജ്. ഇതിന് എത്ര മൈലേജ് ഉണ്ടെന്നും. നമ്മൾ ഈ ഓല ഇലക്ട്രിക്കൽ സ്കൂട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആൾക്കാരും പലതാണ് പറയുന്നത്. ചിലർ പറയുന്നത് 150 കിട്ടും, ചിലർ പറയുന്നത് 120 കിട്ടും. ഇങ്ങനെ പല ആൾക്കാരും പലതാണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ യൂസേഴ്സിനോട് ചോദിച്ചപ്പം നമുക്കറിയാൻ പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ നമ്മൾ കുന്നും കുഴിയുമായ റോഡും കയറ്റവും ഇറക്കമായ റോഡും നമ്മൾ ലോഡ് വെച്ചുകൊണ്ട് ഓടിക്കുന്നുണ്ട്, നമ്മൾ ഡബിൾസ് വെച്ച് ഓടിക്കുന്നുണ്ട്, ഹൈവേയിൽ ഓടിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിലും ഓടിച്ചുമ്പോഴും നമുക്കൊരു അറൗണ്ട് ഒരു 135 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1 ടൈം ചാർജിന് നമ്മൾ 4 യൂണിറ്റ് ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു യൂണിറ്റിന് നമ്മൾ ഇൻ കേസ് 10 രൂപ പോലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 4 യൂണിറ്റിന് വെറും 40 രൂപ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് റഫായിട്ട് പറയാം ഒരു 135 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 120 കിലോമീറ്ററെങ്കിലും നമുക്ക് ജസ്റ്റ് 40 രൂപയ്ക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പെട്രോൾ പ്രൈസും ഈ ഒരു പ്രൈസും വെച്ച് നമ്മൾ കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും 1 ലക്ഷം രൂപയുടെ മേളിൽ, ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപയുടെ മേളിൽ ഈ വണ്ടി കൊടുത്ത് മേടിച്ചാൽ തന്നെ നമുക്ക് എന്തുകൊണ്ടും അഫോർഡബിൾ ആണ്. ഈ വണ്ടിയുടെ സ്റ്റേബിലിറ്റിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ ബാറ്ററി ബാക്കിലല്ല ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഫുട്ടിൻ്റെ താഴെ, നമ്മൾ കാല് വെക്കുന്നതിന് തൊട്ട് താഴെയാണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്കൊരു വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വലിയ വൈബ്രേഷനോ ഒന്നും തോന്നത്തില്ല. ഈ വണ്ടിയെ 100 km/h സ്പീഡിൽ ഓടിച്ചിട്ട് പോലും എനിക്ക് വലിയ വൈബ്രേഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള സ്കൂട്ടറുകളെല്ലാം നമുക്കറിയാം, നമ്മൾ പുറകിൽ ശകലം വെയിറ്റ് ഉണ്ട് ഒരാളും പ്ലസ് ഒരു ചെറിയൊരു കയറ്റം കൂടെയൊക്കെ ആണെങ്കിൽ തന്നെ ഫ്രണ്ട് പൊങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെ ഒന്നും നമുക്ക് തോന്നത്തില്ല. കാരണം ഫ്രണ്ടിലൊരു വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഒരു വൈബ്രേഷൻ ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇനിയും ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിലുള്ള സാധാരണ സ്കൂട്ടറുകൾ ആക്ടിവ, ആക്സസ്, ജൂപ്പിറ്റർ ഇതിനേക്കാളെല്ലാം മികച്ച ഒരു സസ്പെൻഷൻ തന്നെയാണ് ഈ വണ്ടിക്ക് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ വെയിറ്റ് തന്നെ 121 തൊട്ട് 126, 25 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത്രയും അധികം വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു നല്ല സ്റ്റിഫ് സസ്പെൻഷൻ തന്നെ ഇതിന് പ്രൊവൈഡ് ചെയ്യണം. പ്ലസ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് മോണോഷോക്കാണ്. മോണോഷോക്ക് തന്നെ വെൽ ബാലൻസ്ഡ് ആണ്. പിന്നെ ഈ സ്റ്റിഫ് സസ്പെൻഷൻ കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ സാധാരണ സ്കൂട്ടറുകൾ കൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ചെറിയ കട്ടറി വണ്ടി ചാടുവോ അല്ലെങ്കിൽ തട്ടുവോ മുട്ടുവോ ചെറുതായിട്ട് എന്തെങ്കിലും പറ്റുമ്പോൾ തന്നെ നമ്മൾ കയ്യിൽ നിന്ന് വണ്ടി പെട്ടെന്ന് പോകും. പക്ഷേ ഈ സ്റ്റിഫ് സസ്പെൻഷൻ ഉണ്ടെങ്കിൽ വണ്ടി നമ്മൾ കയ്യിൽ നിന്ന് പോകത്തില്ല, വണ്ടി നമ്മൾ കൺട്രോളിൽ തന്നെ ഇരിക്കും. ഇനി നമ്മൾ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ 12 ഇഞ്ച് തിക്കാണ്. അതുകൂടാതെ തന്നെ ഒരു തിക്ക് പ്രൊഫൈലുണ്ട്. ആ തിക്ക് പ്രൊഫൈലാണ് നമുക്ക് അങ്ങ് ആക്സിലേറ്റർ കൊടുക്കാൻ തോന്നും. ഇനി ആക്സിലേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്സിലേറ്റർ ഡ്യുവൽ ഡയറക്ഷനാണ്. ഡ്യുവൽ ഡയറക്ഷൻ വെച്ചാൽ ഒന്ന് സാധാരണ നമ്മളെല്ലാ വണ്ടി പോലെ തന്നെ ആക്സിലേറ്റർ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ വണ്ടിക്ക് സ്പീഡ് കൂടും. പക്ഷേ അതേപോലെ ഇതിനകത്ത് മറ്റേന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ വണ്ടി ചാർജ് ആവും. മീൻസ് നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങുമ്പം നൈസായിട്ട് അങ്ങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം കൺസ്യൂം ചെയ്ത ഇലക്ട്രിസിറ്റി വണ്ടി വീണ്ടും ചാർജ് ചെയ്യും. പിന്നെ ഇതിന് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേക്കകത്ത് റെഡ് സിഗ്നലും അതേപോലെ ഗ്രീൻ സിഗ്നലും ഉണ്ട്. റെഡ് സിഗ്നൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തെ സ്പീഡിൽ പോവുകയാണെങ്കിൽ റെഡ് സിഗ്നൽ കാണിക്കാൻ, മീൻസ് നമ്മൾ കൂടുതൽ ചാർജ് കൺസ്യൂം ആവുന്നുണ്ടെന്നും. അതേപോലെ ഗ്രീൻ സിഗ്നൽ എന്ന് വെച്ചാൽ നമ്മൾ ഇക്കണോമിയിലാണ് പോകുന്നതെന്ന് കാണിക്കാനും. ആയിരുന്നു ഓല ഇലക്ട്രിക്കൽ സ്കൂട്ടറിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ റിവ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന വണ്ടികളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ പുതിയൊരു വണ്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. തബ് തക് കെ ലിയെ അൽവിദ.